പ്രിയപ്പെട്ടവരെ, 2025 ജനുവരി 11 സീറോ മലബാർ സഭയിലെ ഒരു സംഭവബഹുലമായ ദിവസമായി ഓർമ്മിക്കപ്പെടും. ഈ വർഷത്തെ സഭാ സിനഡിൻ്റെ 1ാം സമ്മേളനം അവസാനിച്ച ദിവസമാണ് ജനുവരി 11. ഒരു സുപ്രധാനമായ തീരുമാനം സിനഡിൻ്റെ ഒടുവിൽ വിശ്വാസിയുടെ അറിവിലേക്കായി പുറത്തുവിടുകയുണ്ടായി. അതായത്, നിലവിൽ പ്രശ്നകലുഷിതമായി നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പായുടെ നേരിട്ടുള്ള ഭരണം, അതായത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിലൂടെ മാർപ്പാപ്പ നടത്തി വന്നിരുന്ന ഭരണം അവസാനിച്ചതായും ഇനി മുതൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പായിരിക്കും ഇനി മുതൽ അതിരൂപതയുടെ ഭരണം നടത്തുക എന്നും, അതേസമയം അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുവാനായി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്നുള്ള നിലയിൽ ഒരു മെത്രാപ്പൊലീത്തയെ നിയമിച്ചു എന്നും വാർത്താക്കുറിപ്പിലൂടെ വിശ്വാസികളെ അറിയിക്കുന്നു. ഈ മെത്രാപ്പൊലീത്തൻ വികാരിയായി ഇനി അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തേണ്ടത് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ കൂടിയായ അഭിവന്യ മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്തയാണ് എന്നും സഭാ നേതൃത്വം വിശ്വാസികളെ അറിയിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ആകയാൽ ഈ തീരുമാനത്തിന് വത്തിക്കാൻ്റെ അംഗീകാരം ലഭിച്ചതുകൊണ്ടും ജനുവരി 11 എടുത്ത ഒരു തീരുമാനമായി ഇതിനെ കാണുവാൻ സാധിക്കില്ല. ജനുവരി 11 തന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെയേറെ സംഭവബഹുലമായ കാര്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായുടെ ആസ്ഥാനത്ത് അരങ്ങേറുകയുണ്ടായല്ലോ. ആരും തിരക്കഥ രചിക്കാത്ത അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളുടെ പ്രതികരണം എന്ന നിലയിൽ രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും രാത്രി വൈകുവോളം തുടർന്നു എന്നുള്ളത് പുതിയ മെത്രാപ്പൊലീത്തൻ വികാരിയുടെ നിയമനത്തോടെ തൽക്കാലം പ്രശ്നങ്ങൾ എല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഭ ഈശോയുടേതാണെന്നും അതുകൊണ്ട് തന്നെ സഭയ്ക്കെതിരായി പൊരുതുന്ന യാതൊരു ശക്തികളും ആത്യന്തികമായി വിജയിക്കുകയില്ല എന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ജനുവരി 11 രാവിലെ മുതൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന കാര്യാലയത്തിൽ അതിനോട് ചേർന്നുള്ള ബസിലിക്ക അങ്കണത്തിലേക്കും നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥനാ യജ്ഞത്തിന് ഇവർ കൊടുക്കുന്ന അർത്ഥം എന്താണെന്ന് സഭയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് നല്ലതുപോലെ തിരിച്ചറിയുവാൻ സാധിച്ചു. അനധികൃതമായി കടന്നു കയറിയവരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്ന 80 കഴിഞ്ഞ വിമത നേതാവ്, പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ട് പുറത്തേക്ക് ഓടിയ മറ്റൊരു പുരോഹിതൻ, ഇതെല്ലാം ലോകം കാണുകയാണ്. വിവേകമില്ലാതെ കാളവെറ്റു എന്ന് കേട്ടപ്പോൾ കയറുമായി കുറേ മനുഷ്യർ അങ്ങോട്ടേക്ക് ഓടുകയാണ്. അങ്ങനെ എന്തെല്ലാം നമ്മൾ കാണുന്നു. ജനുവരി 10 അതിരൂപതയ്ക്കുള്ളിൽ തമ്പടിച്ച 21 വൈദികർ, അതിൽ ചില വൈദികർക്ക് കുർബാന അർപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന അർപ്പിക്കുവാൻ വെമ്പൽ കാട്ടുന്ന വൈദികർ. ഇന്നലെ ഞായറാഴ്ച യാതൊരു ഒരുക്കവുമില്ലാതെ തെരുവിലിരുന്ന് കുർബാനയെ ഇവർ തന്നെ അവഹേളിക്കുന്നു. ജനുവരി 12 രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അതിരൂപതയുടെ പുതിയ മെത്രാപ്പൊലീത്തൻ വികാരി അഭിവന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് സ്ഥാനമൊഴിയുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവിനോടൊപ്പം തൻ്റെ പുതിയ ചുമതലകൾ ഏറ്റെടുത്തു. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് താൻ ചുമതല ഏറ്റെടുക്കുന്നത് എന്നും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകത്തക്ക രീതിയിൽ തൻ്റെ ശുശ്രൂഷകൾ വിജയിക്കുവാൻ പരിശ്രമിക്കും എന്നുമുള്ള പ്രത്യാശയാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പങ്കുവച്ചത്. ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ്.
പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയാ മനസ്സിലാക്കുക. ഇന്നലെ വൈകുന്നേരം അതിരൂപത ആസ്ഥാനത്തേക്ക് വൈദികരുടെ പ്രതിഷേധ റാലി നടക്കുകയുണ്ടായി. വിരമിച്ച വൈദികർ ഉൾപ്പെടെ ആ റാലിയിൽ സന്യസ്തർക്കും വിശ്വാസികൾക്കും പുറമെയായി 100-ൽ താഴെ വൈദികർ മാത്രമാണ് പങ്കെടുത്തത് എന്നുള്ള വസ്തുത വിമത വൈദികർ ഈ അതിരൂപതയിൽ എത്രമാത്രം ദുർബലമായിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഇന്നലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തലശ്ശേരി അതിരൂപതയിലേക്ക് യാത്ര തിരിക്കേണ്ടതായിരുന്നു. എങ്കിലും വിമതരെ ചേർത്ത് നിർത്തുക എന്നുള്ള തൻ്റെ ആശയത്തിന് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹം രാത്രി വൈകി അവരുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും അങ്ങനെ വിമതരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണത്തിനാണ് താൻ ഒരുങ്ങുന്നത് എന്നുള്ള സൂചന നൽകുകയും ചെയ്തു. ജനുവരി 13-ാം തീയതി, അതായത് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് വീണ്ടും പ്രത്യാശയുടേതായിട്ടുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ സഭയ്ക്ക് സ്വീകാര്യമായ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് തിരുസഭയുടെയും രാജ്യത്തിൻ്റെയും നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വിമത നടത്തുന്ന തേർവാഴ്ചയുടെ മധ്യത്തിലേക്ക് വിശ്വാസികളെ അമ്പരിപ്പിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ എത്തുന്നത് ഈ കലാപത്തിൻ്റെ പിന്നിൽ വിമതർക്ക് പിന്തുണയുമായി നിൽക്കുന്ന ചില മെത്രാന്മാരുടെ സാന്നിധ്യമാണ്. മെത്രാന്മാർ ഇപ്പോഴും നേരിട്ട് ഈ സന്യാസ സഭകളുടെ മേലധികാരികളെ വിളിച്ച് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതുപോലെ സംഘം കൂടി കന്യാസ്ത്രീകൾ ഈ തെരുവ് യുദ്ധത്തിൽ പിന്തുണയുമായി എത്തുന്നത് എന്നുള്ള കാര്യം വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ സഭാവിരുദ്ധ ശക്തികൾ നടത്തുന്ന പൈശാചികമായ തേർവാഴ്ചകൾക്കെതിരെ അവരെ പറഞ്ഞയക്കുവാൻ പ്രേരിപ്പിക്കുന്ന മെത്രാന്മാരെ കണ്ടെത്തി അവർക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വം ഈ സഭയോട് ചെയ്യുന്ന ദ്രോഹം വലുതായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അഭിമന്യ പിതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരികയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന് സാധിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്